ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നിർത്തണോ? തീരെ ശരിയായില്ല. കുത്തിയത് ശരിയായില്ല, വീണത് ശരിയായില്ല, ഒന്നും ശരിയായില്ല. എന്റെ വിഷ്ണുദത്തൻ കഴിഞ്ഞ രംഗം വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തൊരു ശുദ്ധമനസ്കനാണ്. പക്ഷെ ഈ സീനിൽ അങ്ങനെയല്ല. ഇവിടെ അയാൾ ഒരു മൃഗമായി മാറുകയാണ്, ഒരു സിംഹത്തെ പോലെ അമറുകയാണ്. ആ വികാര വിക്ഷോഭങ്ങളുടെ 10% രാഹുലിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. അതെ, ഞാനും കണ്ടില്ല. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ, എത്ര കൊല്ലൽ, 2 കൊല്ലൽ, അത് പോരാ, മിനിമം 4 കൊല്ലൽ വേണം. എന്നെ കൊല്ലല്ലേ 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 കൊല്ലല്ലേ. ഓഹോ, കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ എന്നെ കൊല്ലല്ലേ, അങ്ങനെ പാട്ട് പാടണോ ചാകാൻ പോകുന്നു? മാമോ, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ഗുണം അനുസരണശീലമാണെന്ന്. ഓഹോ, സംവിധായകൻ വിവരക്കേട് പറഞ്ഞാൽ അതും നടനനുസരിക്കണം. പക്ഷെ രാഹുലിന്റെ അഭിനയം പോരാ കേട്ടോ. എങ്ങനെ തന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ? എവിടെ വെളിയില് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ സംഭാവന പിരിച്ച് നടത്തുന്ന നാടകം ആവുമ്പോഴേ ഞങ്ങൾ അഭിപ്രായം പറയും. നാടകത്തെ പറ്റി അഭിപ്രായം പറയാൻ ഞാനുണ്ട് ഇവിടെ, നാടകൃത്തും സംവിധായകനുമായ ഈ ഞാൻ. പോരാത്തതിന് ഞാനും ഉണ്ടല്ലോ. ഈ വങ്കന്മാരെ ഒന്നും ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബാലൂർ നേരത്തെ പറഞ്ഞതല്ലേ. എവിടെ വെളിയില് ഈ തുക്കള നാടകം കണ്ടെങ്കിൽ അമ്പലപ്പറമ്പിലോട്ട് വാ, കൂയി തൊലയ്ക്ക് ഞാൻ. എങ്കിലേ സ്റ്റേജിൽ നേരെ ഇറങ്ങി വന്ന ഇത് നിന്റെ പള്ളക്ക് ഞാൻ കയറ്റും. ബാക്കിയുള്ളവർ അവിടെ ഇരുന്നോട്ടെ, നമ്മുടെ നാട്ടുകാർ നാടകം എന്തെന്ന് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, നമുക്ക് തുടങ്ങാം. അപ്പം മറ്റുള്ളവരോടെ ജോസും മാത്തച്ഛനൊക്കെ ഞങ്ങളുടെ സീൻ മാത്രം നോക്കിയാൽ മതിയോ? അവര് വരുമ്പോ വരട്ടെ, ഈ ക്ലൈമാക്സ് എങ്കിലും ഒന്ന് നേരെയാക്കാം. തുടങ്ങ്. ദേ, നടിയും മ്യൂസിക്കും വന്നാ പിന്നെ ഒന്നിനും നേരം കിട്ടില്ല. അതിന് നടി എവിടെ? എന്ത് നടി? ഈ പുലി വരുന്നു എന്ന് ഭീഷണിയേ ഉള്ളൂ, പുലി ഇല്ല. അതിന് നല്ലൊരു തുക അഡ്വാൻസ് കൊടുത്താലേ പുലി വരുള്ളൂ. തുടങ്ങുന്നേ. അത് ശരി, അപ്പൊ ഞാൻ ഒളിക്കുന്നിടം മുതൽ തുടങ്ങാം. രാഹുൽ, ആ സിംഹം വരുന്നത് പോലെ ഒന്ന് അലറിക്കൊണ്ട് വരൂ പ്ലീസ്. അത് പോരാ, ആദ്യം മാമു വരുമ്പോ നല്ല പേടി വേണം, കാണട്ടെ. അല്ലല്ല, ആ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് വരുന്നത് ഒന്ന് കാണിച്ചേ. ഞാൻ കാണിക്കാം. കാണിക്കാം. ആരാ കൂവിയത്? എന്തിനാ കൂവിയത്? ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. ഒരുത്തരം ഇവിടെ ഇരിക്കണ്ട. അല്ല ബാലു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടുകാർ നാടകം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, കണ്ടു പഠിക്കട്ടെ. പഠിച്ചിടത്തോളം മതി, ഇറങ്ങാനല്ലേ പറഞ്ഞത്. അഭിനയം കണ്ടില്ലേ? നമ്മുടെയും കൂടെ കാശാ. ബാലു, അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. എടോ, നാടകം എന്ന് പറഞ്ഞാൽ കുറെ ഓവറാണ്. കാരണം അത് നാടകമാണ്. മൈതാനത്തിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ അഭിനയിക്കുന്നത്. എന്നാൽ ഇത് ഇത്തിരി കട്ടിയായി. അപ്പോഴേ എനിക്ക് ഈ റോള് വേണ്ട. ഇവന്റെ ഒക്കെ കുത്തുകൊണ്ട് ഞാൻ വീഴുന്നത് എന്റെ ആരാധകർ സഹിക്കില്ല. എനിക്ക് ആ സന്യാസിയുടെ റോള് മതി. സന്യാസിയോ? നീയോ? ഈ മുഖം സന്യാസിക്ക് പറ്റിയതല്ല. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. പക്ഷേ ഞാൻ ജോസിനേക്കാൾ സുന്ദരനാണ്. അവന് സന്യാസിയാകാമെങ്കിൽ എനിക്ക് മഹർഷിയാകാം. ജോസിനെ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം.